ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി തൻ്റെ കടുത്ത ദാരിദ്ര്യവും ജീവിതത്തിലെ പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനോട് പരാതി പറഞ്ഞതായി ചില ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുകയും സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതുകയും എൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലാൻ ഉപദേശിച്ചതായി പറയപ്പെടുന്നു. ആ ഉപദേശമനുസരിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിൽ വിശാലതയും ബറക്കത്തും നൽകുകയും ദാരിദ്ര്യം അകറ്റിക്കൊടുക്കുകയും ചെയ്തുവെന്നാണ് വിവരണം. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ തൻ്റെ വീട്ടിൽ കയറുന്ന സമയം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് ആ വീട് രക്ഷപ്പെടും. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ പാഠം എന്താണ്? നമ്മുടെ വീടുകൾ അള്ളാഹുവിൻ്റെ സ്മരണയാൽ സജീവമാകണം. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക, ബിസ്മില്ലാഹ് പറയുക, ഖുർആൻ പാരായണം ചെയ്യുക. ഇവയെല്ലാം വീട്ടിലേക്ക് ബറക്കത്ത് വരാൻ കാരണമാകുന്ന മഹത്തായ അമലുകളാണ്. എന്നാൽ ഉപജീവനം നൽകുന്നത് ഒരു അമൽ സ്വതന്ത്രമായി അല്ല, അള്ളാഹുവാണ്. അതിനാൽ നാം അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം വെച്ച് ഹലാലായ മാർഗത്തിൽ പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയും ഖുർആനുമായി ബന്ധം ശക്തമാക്കുകയും വേണം. അള്ളാഹു നമ്മുടെ വീടുകളിൽ സമാധാനവും ബറക്കത്തും നിറയ്ക്കട്ടെ. നമ്മുടെ ഉപജീവനം വിശാലമാക്കട്ടെ. ദാരിദ്ര്യവും കടബാധ്യതകളും പ്രയാസങ്ങളും നീക്കി അനുഗ്രഹീതമായ ജീവിതം നൽകട്ടെ. ആമീൻ.